ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു പ്രോപ്പർ വിക്കറ്റ് കീപ്പിംഗ് ബാറ്ററുടെ അഭാവം എന്നും ഒരു തലവേദന തന്നെയായിരുന്നു. 2000-ന്റെ തുടക്കം മുതൽ ഇതിനൊരു അറുതി വരുത്താനായി 5ഓളം വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാൻമാരെ പരീക്ഷിച്ചെങ്കിലും വിജയം കണ്ടില്ല. പലപ്പോഴും സാക്ഷാൽ രാഹുൽ ദ്രാവിഡിന് തന്നെ വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗസ് അണിയേണ്ടതായി വന്നു. ആ തിരച്ചിൽ അവസാനിച്ചത് 2004-ൽ കെനിയയിൽ വെച്ച് നടന്ന ത്രിരാഷ്ട്ര ടൂർണമെൻറ്റിൽ പ്ലെയർ ഓഫ് ദ സീരീസായി മാറിയ ഇന്ത്യൻ എ ടീമിലെ ആ നീളൻ മുടിക്കാരനിലായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രം പോലും മാറ്റിയെഴുതിയ MS ധോണി എന്ന മഹേന്ദ്ര സിംഗ് ധോണിയിൽ. എന്നാൽ കെനിയയിൽ മികച്ച പ്രകടനം നടത്തി ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനത്തിൽ വിക്കറ്റ് കീപ്പറായി കളത്തിലിറങ്ങിയ ധോണിക്ക് ആദ്യ മത്സരത്തിൽ 0-ന് റണ്ണൌട്ടായി പുറത്താവേണ്ടതായി വന്നു. പരമ്പരയിലെ തുടർന്നുള്ള 2 മത്സരങ്ങളിലും പാകിസ്ഥാൻ്റെ ഇന്ത്യൻ പര്യടനത്തിലെ ആദ്യ മത്സരത്തിലും കാര്യമായൊന്നും ചെയ്യാനാകാതെ വന്നതോടെ അയാൾ ടീമിന് പുറത്തായേക്കുമെന്ന് പലരും കരുതി. എന്നാൽ ദാദയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. വിശാഖപട്ടണത്ത് നടന്ന പാക് പരമ്പരയിലെ 2ാം മത്സരത്തിൽ 1 ഡൗണായി ഇറങ്ങിയ ആളെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ഒരു തകർപ്പൻ സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെ റൺവേട്ട് ആരംഭിച്ച അയാൾക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. സാക്ഷാൽ ഷാഹിദ് അഫ്രീദിയെ ബൗണ്ടറി പായിച്ചതോടെ സ്ലെഡ്ജിങ്ങിലൂടെ സമ്മർദ്ദം സൃഷ്ടിക്കാനായി അഫ്രീദിയുടെ ശ്രമം. എന്നാൽ തൊട്ടടുത്ത പന്ത് ഗ്യാലറിക്ക് പുറത്തേക്ക് പാഞ്ഞതോടെ അഫ്രീദിയുടെ ശബ്ദം തന്നെ നിലച്ചു. പിന്നീട് അദ്ദേഹത്തിന് ആ മത്സരത്തിൽ തന്നെ വായ തുറക്കാനേ ആയില്ല. പാകിസ്ഥാൻ്റെ എല്ലാ ബൗളർമാരും ധോണിയുടെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞു. ബൗണ്ടറികൾ ഗ്രൗണ്ടിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകാൻ തുടങ്ങി. ഒടുവിൽ മുഹമ്മദ് സമയുടെ പന്തിൽ സിംഗിൾ നേടിക്കൊണ്ട് ധോണി തൻ്റെ കരിയറിലെ ആദ്യത്തെ അർദ്ധ സെഞ്ചുറി നേടി. എന്നാൽ അർദ്ധ സെഞ്ചുറിക്ക് ശേഷം ധോണി തൻ്റെ ബാറ്റിങ്ങിൻ്റെ ഗിയർ മാറ്റുന്നതാണ് കണ്ടത്. ആദ്യമേ 4ാം ഗിയറിലായിരുന്ന ബാറ്റിംഗ് പിന്നീട് 5ലേക്കും അതിനുശേഷം 6ലേക്കും മാറ്റുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. സാക്ഷാൽ കപിൽ ദേവിന് ശേഷം ബ്രൂട്ടൽ ഫോഴ്സിലൂടെ പന്തിനെ സിക്സർ പറത്തുന്ന കാഴ്ച മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. വ്യക്തിഗത സ്കോർ 77-ൽ വെച്ച് ധോണിയെ പുറത്താക്കാൻ പാകിസ്ഥാന് അവസരം കിട്ടിയെങ്കിലും അത് കൈപ്പിടിയിൽ ഒതുക്കാൻ പാകിസ്ഥാനായില്ല. ഒടുവിലൊരു സിംഗിൾ നേടിക്കൊണ്ട് തൻ്റെ ഏകദിനത്തിലെ കന്നി സെഞ്ചുറി നേട്ടം ധോണി അവിസ്മരണീയമാക്കി. ആ സമയത്ത് ഇന്ത്യൻ ടീം ഒന്നടങ്കവും വിശാഖപട്ടണത്തിലെ മുഴുവൻ കാണികളും എഴുന്നേറ്റ് നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പുത്തൻ ഇതിഹാസത്തെ വരവേറ്റു. സെഞ്ചുറിക്ക് ശേഷവും ആ ബാറ്റിൽ നിന്നും പടുകൂറ്റൻ സിക്സറുകൾ പാഞ്ഞു. ഒടുവിൽ ആകാശം മുട്ടെ ഉയർത്തിയടിച്ചൊരു പന്ത് ഷോയിബ് മാലിക്കിൻ്റെ കൈകളിൽ വിശ്രമിക്കുമ്പോൾ അവിടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തന്നെ ചരിത്രം എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു സൂപ്പർ താരം ജനിക്കുകയായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിനെ കിരീടങ്ങൾ നേടാൻ ശീലിപ്പിച്ച വ്യക്തി. സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ. സാക്ഷാൽ MSD എന്ന മഹേന്ദ്ര സിംഗ് ധോണി. Please subscribe for more.